കൊച്ചു ജീവിതമേകുന്നു ഈ ബലിവേദിയിലെന്നും അതിമോദം ഞങ്ങൾ പാടാ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യേശ്വയിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്തി നോക്കാം. ഒപ്പമാകുവാനായി അപ്പമായി കടന്നു വരുന്ന ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒന്ന് ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഉണർന്നിരുന്ന് ദിവ്യകാരുണ്യനാഥിലേക്ക് നോക്കാം. ആഗതനാകുന്ന യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യം ഈ ആഗമന കാലത്തിൽ അവിടുത്തെ ആരാധിക്കുമ്പോൾ, അവിടുത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അവിടത്തേക്ക് വഴികാട്ടിയായ നല്ലൊരു നക്ഷത്രമായി ഈ ആഗമനകാലത്തിൽ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ കാണുന്നവർ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരത്തക്ക വിധത്തിൽ എന്നെ കത്തിജ്വലിക്കുന്ന നക്ഷത്രമാക്കി മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, ഈശോയെ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് അരുൾ ചെയ്തവനെ, ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു എന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ പ്രകാശം
അങ്ങയുടെ ദിവ്യപ്രകാശം ഞാനും അനുഭവിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദിവ്യേശ്വരേ, എൻ്റെ രോഗങ്ങളിൽ അങ്ങ് പ്രകാശമായി, കർത്താവേ എൻ്റെ പാപങ്ങളിൽ പ്രകാശമായിട്ട്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും അങ്ങയുടെ ഉദയരശ്മി എന്നിൽ കത്തിജ്വലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യനാഥനിലേക്ക് നോക്കുമ്പോൾ ആഗതനാകുന്ന അവിടുത്തെ സ്നേഹ സാന്നിധ്യം സ്നേഹമായി, കരുതലായി, വിടുതലായി, സൗഖ്യമായി, ആശ്വാസമായി ഞാൻ അനുഭവിച്ചറിയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഏതെല്ലാം മേഖലകളിലാണ് അവിടുത്തെ ആഗമനം ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ സ്നേഹ സാന്നിധ്യം ഞാൻ ആഗ്രഹിക്കുന്നു. അവയെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഭക്തിപൂർവം നമുക്ക് സമർപ്പിക്കാം. കാരണം ഒരുപാട് മേഖലകളിൽ എൻ്റെ ജീവിതത്തിൽ ഈശോയുടെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കഷ്ടതകളും ക്ലേശങ്ങളും എന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ, ഈ കാലയളവിൽ ഈശോയെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ആഗതനാകണമേന്ന് വളരെ വ്യക്തവും ശക്തമായിട്ട് ഈ രാത്രിയുടെ യാമത്തിൽ നമുക്ക് അവിടുത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വെളിച്ചമായിട്ട് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കാം. അന്ധകാര മേഖലകളിൽ അവിടുന്ന് വെളിച്ചമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, മാതാപിതാക്കളുടെ ജീവിതത്തിൽ, ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനുള്ള വലിയ കാരുണ്യം എൻ്റെ മേൽ എന്നീ നിമിഷത്തിൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഉണർന്നുകൊണ്ട് ഉത്സാഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ധാരാളമായി ചൊരിയപ്പെടുക തന്നെ ചെയ്യാം. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. കർത്താവേ, വിശ്വസിച്ചുകൊണ്ട് യാചിക്കുന്ന പ്രാർത്ഥനകളിൽ അങ്ങ് സമീപസ്ഥനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ധ്യാനിക്കുന്നവരിലും അവിടുത്തെ മുമ്പിലെ വിശ്വാസത്തോടുകൂടെ സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിലും അങ്ങ് സമീപസ്ഥനായിരിക്കുന്നു എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, കുറച്ച് വിശ്വാസത്തോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ ഉയർത്തി ഈശോയെ നോക്കുമ്പോൾ, ഈശോയെ, മലമുകളിൽ പണിതുയർത്തിയ നഗരത്തെ ആർക്കും അതിന് തടയുവാനായിട്ട് സാധിക്കത്തില്ല. നിന്റെ പ്രകാശത്തിൽ നിന്ന് അരുളി ചെയ്തവനെ, കർത്താവായ ദൈവമേ, ഉന്നതങ്ങളിലായിരിക്കുന്നവനെ, അങ്ങയുടെ കൃപയും അങ്ങയുടെ സ്നേഹവും ആർക്കും തന്നെ തടയാനായിട്ട് സാധിക്കുകയില്ല. അതാഗ്രഹിക്കുന്നവന് ലഭ്യമാകുക തന്നെ ചെയ്യാം. അതിനാൽ ആ വലിയ വിശ്വാസത്തോടുകൂടെ, ആ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്തുമാവട്ടെ, നിന്നെ വേദനിപ്പിക്കുന്ന വേദനകൾ എന്തുമാവട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ അവന് അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്നാണല്ലോ വചനം നമ്മളെ പഠിപ്പിക്കുക. ആയതിനാൽ അവിടത്തേക്ക് അതെല്ലാം സാധ്യമാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നിറഞ്ഞ മനസ്സോടെ, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആരാധിക്കുവാനായിട്ട് പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ക്ഷീണമുണ്ടാവാം, ശാരീരികമായിട്ടുള്ള തളർച്ചകളുണ്ടാവാം. എന്നിരുന്നാലും എൻ്റെ ഈ ക്ഷീണത്തെക്കാളും ഉപരിയായിട്ട്, ഈ മടുപ്പിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശോയെ, ആ സ്നേഹത്തിൽ ആയിരിക്കുവാനും ആ സ്നേഹമാണ് അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം അങ്ങ് പത്രോസിനോട് ഇപ്രകാരം ചോദിക്കുന്നു, 3 പ്രാവശ്യം ചോദിക്കുന്നു, ഇവയെക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് എനിക്ക് ഉറക്കം വരുന്നുണ്ടാവാം, എനിക്ക് തളർച്ചയുണ്ടാവാം, ക്ഷീണമുണ്ടാവാം. കർത്താവേ, എന്നാൽ ഈ ക്ഷീണവും തളർച്ചയും
ഉറക്കവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ വലിയ ഏറ്റുപറച്ചിലിൻ്റെ അകമ്പടിയോടുകൂടെ ഇരുകരങ്ങളും ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ കർത്താവേ. ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുന്നിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം പ്രാർത്ഥിച്ചെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം പ്രാർത്ഥിച്ചെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇസ്രായേലിന്റെ വേദനയില്, ഇസ്രായേലിന്റെ കഷ്ടതയില് ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിക്കൊണ്ട് അവരെ രക്ഷയിലേക്ക് നയിച്ച ദൈവമേ, അവിടുത്തെ ആരാധിക്കുന്ന ഈ ജനത്തില് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി രണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെ, ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞതുപോലെ ഈ മക്കളിലുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായി കരങ്ങളടിച്ച് നാലു നാളായാലും നാട്ടം വമിച്ചാലും അല്ലറ മുൻപിൽ യേശു വന്നിടും. നാലു നാളായാലും നാട്ടം വമിച്ചാലും അല്ലറ മുൻപിൽ യേശു വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുവേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടുവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ കൺമുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഓ യേശു ക്രിസ്തു ഇന്നു ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഇന്നു ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല
യേശുവത്രേ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതികർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, വീണ്ടും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കാം. ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലേക്ക് നയിച്ചവൻ കടലിലൂടെ. കടൽ പോലെയുള്ള എൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ അവിടത്തേക്ക് നിന്റെ കൺമുമ്പിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവൻ, നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതിന് അവിടത്തേക്ക് ഒരു തടസ്സമില്ല. നിന്റെ തടസ്സങ്ങൾ അവിടത്തേക്ക് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അവിടുന്ന് നിന്നിലേക്ക് കടന്നു വരുന്ന സ്നേഹത്തിന് ഒരു തടസ്സവുമില്ല. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവനത് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തവന്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. അവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആഗമനകാലം എന്ന് പറയുന്നതിനെ അസാധ്യ കാര്യങ്ങളിൽ സാധ്യമാക്കിക്കൊണ്ടാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ അസാധ്യമായിട്ടുള്ള രീതിയിൽ, മാനുഷിക ബുദ്ധിയിൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായി അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലേക്കും എപ്രകാരമായിരിക്കും കടന്നു വരുന്നതെന്ന് ഒരുപക്ഷെ നിന്റെ ബുദ്ധിക്കോ നിന്റെ ജീവിത ശക്തിക്കോ അറിയാൻ സാധിക്കാത്ത രീതിയിലായിരിക്കാം. അവിടത്തേക്ക് എപ്പോൾ വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം. നിന്നെ രോഗങ്ങൾ അലട്ടുന്നുണ്ടോ? കടബാധ്യതകൾ അലട്ടുന്നുണ്ടോ? കുടുംബത്തില് സമാധാനമില്ലായ്മയാൽ അലട്ടലാണോ നിനക്കുള്ളത്? അല്ലെങ്കിൽ മദ്യപാനത്തിനോ പാപത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിൽ തകർച്ചയ്ക്കോ കാരണമായിട്ടാണോ നീ ആയിരിക്കുന്നത്? അസാധ്യമായിട്ടുള്ള രീതിയിൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമാകുന്നതിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നതും അവനോടാണ് നീ പ്രാർത്ഥിക്കുന്നതും അവൻ്റെ മുമ്പിലാണ് നീ യാചനകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നിന്റെ പൂർണ്ണമായിട്ടുള്ള ശക്തിയും നിന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും നിന്റെ ഹൃദയവും മനസ്സും നീ അവിടത്തെങ്കിലേക്കൊന്ന് പതിപ്പിച്ച്. ഇതുവരെ ആയിട്ട് നിന്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തില്ല എന്ന് ചിന്തിക്കുന്നവർ, പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർ, നിങ്ങളുടെ ചിന്ത എന്ത് തന്നെ ആവട്ടെ, നിന്റെ ജീവിതത്തില് നിന്റെ കഷ്ടതകൾ എത്രമാത്രം വലുതോ ചെറുതോ ആകട്ടെ, നിന്റെ വിശ്വാസം നീ കർത്താവിലേക്ക് സമർപ്പിച്ച് അവിടുന്ന് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തോടുകൂടെയല്ല രക്ഷ പ്രാപിക്കുവാൻ ഒത്തവണ്ണം വിശ്വാസത്തിലേക്ക്
ഞാൻ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ദിവ്യകാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് ചിന്തിച്ചേ. അങ്ങനെ കർത്താവേ, രക്ഷയേകുന്നവനെ, കരുണ വർഷിക്കുന്നവനെ, സ്നേഹസ്വരൂപനായവനെ, വിടുതൽ നൽകുന്നവനെ, അങ്ങയുടെ വലിയ സ്നേഹ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ സ്നേഹ സാന്നിധ്യം എന്നിലേക്ക് ഒഴുക്കണമേ, എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുക്കണമേ. അങ്ങനെ കർത്താവേ, വ്യത്യസ്തമായിട്ടുള്ള എൻ്റെ കുടുംബ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ അങ്ങയുടെ സ്നേഹ പരിപാലനം ഞാൻ അനുഭവിച്ചറിയട്ടെ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് ഞാൻ യാചിക്കുന്ന, ഇന്ന് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറെ ത്യാഗത്തോടുകൂടെ തന്നെയാണ് ഈശോയെ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ആയിരിക്കുന്നത്. ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ദൂരങ്ങളിൽ നിന്നും കിടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങിലുള്ള വിശ്വാസത്തെ പ്രതി, അങ്ങിലുള്ള വിശ്വാസത്തെ പ്രതി, അങ്ങിലുള്ള ഈ ത്യാഗത്തെ പ്രതി, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കുന്ന ഈ ത്യാഗത്തെ പ്രതി കർത്താവേ, നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മനോഭാവങ്ങളെ പ്രതി കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇവിടുത്തെ മുമ്പിൽ ആഗ്രഹത്തോടെ വിശ്വാസത്തോടു കൂടി നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടത്തേക്ക് എങ്ങനെയാണ് നിന്നെ വെറുതെ വിടുവാനായിട്ട് സാധിക്കുക? അതിനാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനകളിൽ അവിടെ നിന്ന് സമീപസ്ഥനാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവേ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ അങ്ങയുടെ കാരുണ്യം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, യാചിക്കട്ടെ, സ്തുതിച്ചുകൊണ്ട് യാചിക്കട്ടെ, ആരാധിച്ചുകൊണ്ട് യാചിക്കട്ടെ, സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് യാചിക്കട്ടെ. അതിനെ തുറന്ന് സ്തുതിക്കട്ടെ, അതിനെ തുറന്ന് വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച്, കരങ്ങളടിച്ച്. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, നാതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. ഓ, പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. ഓ, നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എത്രമാത്രം വലിയ അത്ഭുതമാണ് നിന്റെ കൺമുമ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പഠിപ്പിച്ച കർത്താവേ, ഇന്ന് വിശ്വാസത്തോടുകൂടെ ചോദിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും അങ്ങ് കൃപ ചൊരിയുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ശക്തമായി കരങ്ങളടിച്ച് ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ
പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. ഓ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു. കര ഉയർത്തി നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഹാല 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 ഹാല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെല്ലാവരും വീണ്ടും ദിവ്യകാരുണ്യനാഥിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരങ്ങളും കുരിശന്റെ ആകൃതിയിൽ പിടിക്കാം. കുരിശന്റെ ആകൃതിയിൽ പിടിക്കാം. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കർത്താവേ, കുരിശാലെ ഞങ്ങൾക്ക് രക്ഷ നൽകിയവനേ, കർത്താവേ, അങ്ങയുടെ രക്ഷയെ പ്രതി, അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന രക്ഷയെ പ്രതി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ രക്ഷ പ്രബലമാം വിധം, അങ്ങയുടെ കാരുണ്യം വലുതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു. കർത്താവേ, എന്നിരുന്നാലും കർത്താവേ, അവിടുത്തെ രക്ഷ, അവിടുത്തെ കാരുണ്യ സ്നേഹം ഞാൻ അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന എൻ്റെ ജീവിതത്തിലെ അകൃത്യങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. വേദനകളെ, രോഗങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങ് കുരിശിൽ വിജയം നൽകിയ അവിടുത്തെ ആ വലിയ സ്നേഹത്തെ പ്രതി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ പദ്ധതിക്കൊത്തവണ്ണം ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഈ കുരിശിലെ ആ വലിയ കൃപയാൽ അതിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നിന്റെ രോഗങ്ങൾ, നിന്റെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളിലുള്ള രോഗങ്ങളെ സമർപ്പിക്കാം. ആ കുരിശിന്റെ കൃപയാൽ, ആ കുരിശിൽ നേടിയെടുത്ത വിജയത്തിന്റെ കൃപയാൽ നിന്നിലുള്ള എല്ലാ ബന്ധനങ്ങളെയും, പൈശാചിക ബന്ധനങ്ങളെയും, രോഗങ്ങളെയും സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മദ്യപാനം പാപത്തിന്, പ്രത്യേകമായിട്ടുള്ള ചില പാപങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യം, മദ്യപാനം, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾ, അവയെല്ലാം കർത്താവിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, കുരിശാലെ വിജയം പ്രാപിച്ചവനേ, എന്നെ രക്ഷിക്കണമേ. ആ കുരിശിൻ്റെ കൃപയാൽ, ആ കുരിശിൻ്റെ ശക്തിയാൽ എന്നിൽ നിന്നും ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ എന്നിൽ നിന്നും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണുക ക്രൂശിൻ പാതയിൽ
മരക്കുരിശേന്തി പോകുവാ ദേവകുമാരൻ കാണുക ക്രൂശിൻ പാതയിൽ 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 നിൻ താപമൊക്കെയും നീ കാണിടക്കാം രക്ഷയും ജനവും ഞാനേകി അതിൽ ഫലമായി നീ നൽകിയെനിക്ക ഘോരമര കുരിശല്ലോ അതിൽ ഫലമായി നീ നൽകിയെനിക്ക ഘോരമര കുരിശല്ലോ ഈ പാനപാത്രം ഞാൻ കുടിപ്പാന എൻ പ്രിയതാത നിൻഹിതമോ കാണുക ക്രൂശിൻ പാതയിൽ 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 ഇരകരങ്ങളും മാറോട് കുരിശിന്റെ അകത്തിൽ ചേർത്ത് പിടിക്കട്ടെ. പ്രിയപ്പെട്ടവരും, മറ്റുള്ളവര് നന്മ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവരെ ഒത്തവണ്ണം അവരെ സാമ്യപ്പെടുത്തി നോക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കഷ്ടതകളെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും കർത്താവ് ഏറെ വേദനയാണ്. പലരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, പലരും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വണ്ണം എൻ്റെ മനസ്സിനെ ഹൃദയത്തെ നമ്പരപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് കർത്താവേ. അതുപോലെ തന്നെ കർത്താവേ, ഒരുപാട് കഷ്ടതകളുണ്ട് കർത്താവേ. എത്ര പ്രയത്നിച്ചിട്ടും ഫലം കാണാൻ സാധിക്കാത്ത ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കർത്താവേ. വിജയം പ്രാപിക്കുവാൻ സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട് കർത്താവേ. അവയെല്ലാം കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ മാനവകുലം മുഴുവനും ചിന്തിച്ചു കുരിശിലെ മരണം വളരെ നീചവും പ്രയാസവും അതുപോലെ തന്നെ പരിഹാസത്തിന്റെ അട്ടഹാസത്തിന്റെ അടയാളമാണ്. എന്നിരുന്നാലും ആ പരിഹാസത്തിന്റെ അട്ടഹാസത്തിന്റെ അടയാളമായ കുരിശ് ഞങ്ങൾക്ക് രക്ഷയായി നൽകിയവനെ, ഇതെല്ലാം ഈ പരിഹാസങ്ങളും നിന്ദനങ്ങളും വേദനകളും എല്ലാം രക്ഷയിലേക്ക് നയിക്കുന്ന മാർഗമാണെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. എല്ലാവരും ചേർന്ന് കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഇരുകരങ്ങളെ യാചനാരൂപത്തിൽ പിടിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ പോലും ഈശോയേ, എൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും പരിഭ്രമങ്ങളും എല്ലാം ഉണ്ട് കർത്താവേ. അങ്ങേക്ക് സമർപ്പിക്കുവാനായിട്ട്, ഒരുപക്ഷെ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് ഞാൻ പുറപ്പെട്ടപ്പോൾ പോലും എൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവഹേളനങ്ങളും പരിഹാസങ്ങളുമാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞത്. കർത്താവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളിലുള്ള അങ്ങയുടെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പ്രവർത്തനങ്ങൾ, അത് ആരിലൂടെയും ആവാം കർത്താവെ, അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അവരിലേക്ക് മാനസാന്തരത്തിൻ്റെ ആ വലിയ കാരുണ്യം ഒഴുക്കണമേ. സാവൂളിനെ വിശുദ്ധ പൗലോസാക്കിയവനെ അവരുടെ ജീവിതത്തിലും അങ്ങ് ഇടപെടണമേ. അങ്ങനെ കർത്താവേ, അങ്ങേക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബാംഗങ്ങളെ മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് യേശു വിളിക്കുന്നു,
ഇന്നുമേശു വിളിക്കുന്നു അൻപേഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് യേശു വിളിക്കുന്നു ഇന്നും യേശു വിളിക്കുന്നു അൻപേഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു. യേശു വിളിക്കുന്നു. ഇരുകരങ്ങളും മറോട് വീണ്ടും ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രഥമ സ്ഥാനം കൊടുക്കുന്നവര്, എൻ്റെ ഹൃദയത്തിൽ യേശുവിന് ദൈവിക സാന്നിധ്യത്തിനും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇടകൊടുത്തിരിക്കുന്ന എല്ലാവരും, അവരെന്നെ തിരസ്കരിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും കർത്താവിൻ്റെ ജീവിതം നൊന്തു പോവുകയാണ്, വെന്തു പോവുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ സ്നേഹം മറ്റുള്ളവരനുഭവിച്ചറിയുവാനും അവരത് മനസ്സിലാക്കുവാനും കർത്താവേ അങ്ങനെ അവിടുത്തെ മഹത്വത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, എൻ്റെ സ്നേഹം, ഞാൻ കൊടുക്കുന്ന സ്നേഹവും കരുണയും വാത്സല്യവും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും, മറ്റുള്ള ജനങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എനിക്കുണ്ടാകുന്ന തിരസ്കരണങ്ങൾ, അപമാനങ്ങൾ, കർത്താവേ ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിപാലനവും എല്ലാം അവരും വിലമതിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, അങ്ങ് ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു, എന്നിരുന്നാലും ലോകം അങ്ങേ വെറുത്തല്ലോ. കർത്താവേ, ഞാനും പലരെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിച്ചു പോകുന്നുണ്ട്, വിശ്വസ്തയോടുകൂടി സമീപിക്കുന്നുണ്ട്, എന്നിരുന്നാലും അവരെന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ വിശ്വാസത്തിന് അവർ വിലമതിക്കുന്നില്ല. കർത്താവേ, ആ സമയത്ത് കർത്താവേ അങ്ങയുടെ പാതയിൽ അവരോട് ക്ഷമിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ അങ്ങയുടെ സ്നേഹ ചൈതന്യം അവരിലേക്ക് ഒഴുക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എല്ലാവരും ചേർന്ന് ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളെ യാചന രൂപത്തിൽ പിടിക്കാം. പ്രിയപ്പെട്ടവരെ, പല സമയത്തും പല നിമിഷങ്ങളിലും എൻ്റെ മാതാപിതാക്കളിൽ, സഹോദരങ്ങളിൽ, ജീവിത പങ്കാളിയിൽ, മക്കളിൽ, കൊച്ചുമക്കളിൽ കർത്താവേ അങ്ങയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചറിയാതെ പോകുന്ന നിമിഷങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം, എൻ്റെ ദുഷ്ടചിന്തകൾ കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഞാൻ അവരിൽ അങ്ങയെ കാണാതെ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കാതെ, അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാതെ പോകുന്ന കർത്താവേ, അവരിലും അങ്ങയെ ദർശിക്കുവാനുള്ള, അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള കൃപ എനിക്ക് നൽകി തരണമേ. കർത്താവേ, അവരിലും അവരോടും അങ്ങയുടെ മനോഭാവത്തിൽ പെരുമാറുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇത്ര ചെറുതാകാൻ ഇത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തും വേണം. എല്ലാവരും ചേർന്ന് ഇത്ര ചെറുതാകാൻ എത്ര വളരേണം,
സ്നേഹിക്കാൻ എന്തു വേണം? ഈശോയേ, അങ്ങ് എത്രമാത്രം എളിമപ്പെട്ടുകൊണ്ടാണ് മാനവതയിലേക്ക് കടന്നു വന്നത്. ദൈവമായിരിക്കെ സ്വയം ദാസന്റെ രൂപം സ്വീകരിച്ച മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വരിക. മനുഷ്യനായി കടന്നു വരിക എന്നതിനേക്കാളും ഉപരിയായിട്ട് മനുഷ്യരിൽ ഏറ്റവും ദാസനായിട്ടുള്ള രൂപം സ്വീകരിക്കുകയും ചെയ്തു. കർത്താവേ, അങ്ങയുടെ ഈ വലിയ ഗുണം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗാഗുൽത്തായി ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. കരങ്ങൾ വിരിച്ച് യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. ആഗ്രഹിച്ച് ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, എന്നെ കഴുകണമേ. പൂർണ്ണമായി എന്നെ കഴുകണമേ. കർത്താവേ, അങ്ങ് ആഗതനാകുന്ന ആഗമനകാലത്തിൽ കർത്താവേ, അങ്ങേ ആഗതനായി എൻ്റെ കൊച്ചു പ്രവൃത്തികളിലൂടെ, എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ, ചിന്തയിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ അനുഭവിച്ചറിയത്തക്ക വിധത്തില് കർത്താവേ, എൻ്റെ ചിന്തയും എൻ്റെ വാക്കുകളെയും എൻ്റെ പ്രവർത്തനങ്ങളെയും എൻ്റെ ശരീരം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രത്യേകമായിട്ട് അവിടുന്ന് ആഗതനായത് ബലിയായിട്ട് തൻ്റെ രക്തത്താൽ തൻ്റെ ജനത്തെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലെ പാതയിൽ നമ്മളെ നയിക്കുവാനാണല്ലോ കർത്താവേ. കർത്താവേ, അവിടുത്തെ തിരിച്ചോരത്തുള്ളിയാൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങയെ മറ്റുള്ളവർക്ക് അങ്ങയെ എന്നിലൂടെ കാണുവാനായിട്ട്, എന്നിലൂടെ ശ്രവിക്കുവാനായിട്ട്, എന്നിലൂടെ അനുഭവിക്കുവാനായിട്ട് എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. എൻ്റെ മാനുഷിക ബലഹീനതയിൽ നിന്നും പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തെ, മനസ്സിനെ, ശരീരത്തെ മുഴുവനുമായിട്ട് കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയെ ദർശിക്കുവാൻ, അനുഭവിക്കുവാനും, അങ്ങയെ ശ്രവിക്കുവാനും എൻ്റെ ശരീരത്തെ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശേഷാരാധന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ ബന്ധനമെല്ലാം തകർത്തെറിയണമേ. പാപത്തിന്റെ ബന്ധനമെല്ലാം തകർത്തെറിയണമേ. തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിരം തുറന്ന് സ്തുതിക്കട്ടെ, അതിരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെല്ലാവരും ദിവ്യകാരുണ്യനാഥനിലേക്ക് നേരെ ഇരുകരങ്ങൾ നീട്ടിപ്പിടിക്കാം. എല്ലാവരും ഇരുകരങ്ങളും ദിവ്യകാരുണ്യനാഥനിലേക്ക് നീട്ടിപ്പിടിക്കാം. എൻ്റെ കരങ്ങൾ, എൻ്റെ ശരീരം മുഴുവനെയും കർത്താവെ അങ്ങിലേക്ക് സമർപ്പിക്കുക. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ ശരീരം മുഴുവനെയും അങ്ങിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകുന്ന വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് എന്നിലേക്ക്, ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കർത്താവേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, മനസ്സിൽ, ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിലേക്ക് ആത്മാവിൻ്റെ വരദാനങ്ങൾ ഒഴുകട്ടെ, ആത്മാവിൻ്റെ പ്രവർത്തനം ഒഴുകട്ടെ. എന്നും ജീവിക്കുന്നവനായ യേശുവിൻ്റെ സാക്ഷികളാകത്തക്ക വിധത്തിൽ കർത്താവേ അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിലും ഈ രാത്രിയുടെ യാമങ്ങളിലായിരുന്നു കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ത്രീകന്മാരുടെ ജീവിതത്തിലേക്ക് ശിക്ഷകണത്തിൻ്റെ ഇടയിലേക്ക് അയച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ അടിത്തട്ടിൽ നിന്നുകൊണ്ട്, ഈ ആലയത്തിലായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യേശ്വരേ അങ്ങിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിലേക്ക് ആത്മാവിൻ്റെ ഇടപെടല് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ച്, ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു, വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ അഭിഷേകം, വരദാനങ്ങൾ ഒഴുകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 സ്വരമുയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായി മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആഗ്രഹിച്ച ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. വിശ്വാസത്തോടെ എല്ലാവരും ചേർന്ന് രോഗപീഠകളിൽ മാനസവ്യാധികളിൽ
സൗഖ്യവും ശാന്തിയും കനിഞ്ഞരുളി എന്നെ നയിക്കണമേ. പാവനാത്മാവേ എല്ലാവരും ചേർന്ന് എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. രണ്ട് കരം ഉയർത്തി ദേവപുത്രനായ യേശുവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ